ഇപ്പോൾ പ്രേമിക്കുന്ന വ്യക്തികൾ ചോദിക്കും, പ്രേമിക്കുന്ന പാവമല്ല. പക്ഷെ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ ദൈവത്തിന് കൊടുക്കേണ്ട ഒന്നാം സ്ഥാനം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ലോകത്തിൽ ദൈവം സൃഷ്ടിച്ച ഒരു വ്യക്തിക്ക് അമിത പ്രാതിനിധ്യം കൊടുക്കുമ്പോഴാണ് പ്രേമം ഉടലെടുക്കുന്നത്. സ്നേഹം വേറെ, പ്രേമം വേറെ, രണ്ടും രണ്ടാണ്. കാരണം സ്നേഹം എന്ന് പറഞ്ഞാൽ മനുഷ്യനുമായി ഹൃദയത്തോട് അങ്ങോട്ടും ഇങ്ങോട്ടും അവൻ്റെ ദുഃഖങ്ങളും വേദനകളും സന്തോഷങ്ങളും പങ്കുവെച്ച് വർത്താനം പറഞ്ഞു പോകുന്നതാണ്. പ്രേമം വരുമ്പോൾ എന്താണ്? മനസ്സ് വേറൊരു വ്യക്തിക്ക് വിട്ടുകൊടുക്കുന്നു, ആ വ്യക്തിയെ അമിതമായി സ്നേഹിക്കുന്നു, ആ വ്യക്തിയുടെ എല്ലാ ജീവിതങ്ങളെക്കുറിച്ചുള്ള വ്യഗ്രതകൾ നമ്മളെ കീഴ്പ്പെടുത്തുന്നു, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. കർത്താവ് അവിടെ ചോദിക്കുന്നു, നിനക്ക് എന്ത് അവകാശം? നിന്റെ മനസ്സ്, ശരീരം, ചിന്ത, ബുദ്ധി, അവയവങ്ങൾ സർവ്വതും എൻ്റെ ദാനമാണ്. അതിനെ നിന്റെ ഇഷ്ടത്തിന് ചിന്തിക്കാനല്ല, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ചിന്തിച്ചുകൊണ്ട് ലോകത്തിൽ ദൈവം തന്ന വിവേചന ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ജീവിക്കാൻ വേണ്ടി തന്നിരിക്കുന്നതാണ്. അത് തെറ്റായ നടപടിക്രമങ്ങൾക്കോ നമ്മുടെ ഇഷ്ടങ്ങൾക്കോ ആഗ്രഹങ്ങൾക്കോ കീഴ്പ്പെടുത്തി ജീവിക്കേണ്ടതല്ല. ക്രിസ്ത്യൻ കുട്ടികൾ പോലും എടുത്ത വായിൽ ചോദിക്കുന്ന വാക്കാണ്, പ്രേമിക്കുന്നത് തെറ്റാണോ ബ്രദറെ? അല്ല. പ്രേമിക്കുന്നതിൽ എന്നാ കുറവിരിക്കുന്നത്? ഇങ്ങനെ ചോദിക്കാറുണ്ട്. പക്ഷെ പ്രേമിക്കുമ്പോൾ സംഭവിക്കുന്നതെന്നാണ്, ഒരു മനുഷ്യന്റെ ജീവിതത്തിനകത്ത് ഹൃദയത്തിനകത്തു നിന്നും വരുന്ന സാധാരണ ചിന്താഗതികൾക്ക് അമിതമായ ചിന്താഗതി അവനെ കീഴ്പ്പെടുത്തി ദൈവം എന്ന സൃഷ്ടാവ് അവനുണ്ടെന്നും ആ സൃഷ്ടിയുടെ കീഴിൽ ജീവിക്കേണ്ടവനാണെന്നും എൻ്റെ അവയവങ്ങളും ചിന്തകളും ബുദ്ധികളും പ്രവർത്തനങ്ങളും ഹൃദയവും എല്ലാം ദൈവത്തിന് വിട്ടുകൊടുത്തതാണെന്നും ദൈവീഷ്ടം മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടവനാണ് എന്നും ചിന്തിക്കുന്ന മനുഷ്യൻ ദൈവ സ്നേഹത്തിൻ്റെ ഒന്നാം സ്ഥാനം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തിൽ കാണുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ പുറകെ അമിതമായ പ്രീണനം നടത്തി പുറകെ പോകുന്ന ഒരവസ്ഥ, അത് പാപമാണ്. ഒരു സംശയവും വേണ്ട. ഏത് പാപത്തിനും പ്രതിഫലനം ഉണ്ടാകും, ഒരു സംശയവും വേണ്ട. ദൈവിക പദ്ധതികൾക്ക് വിപരീതമായി പ്രവർത്തിക്കുന്ന മനുഷ്യൻ്റെ എല്ലാ ചേഷ്ടയ്ക്കും അവൻ ഈ ലോകത്തിൽ വില കൊടുക്കേണ്ട വരും. പക്ഷെ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതിനൊരു കാലതാമസങ്ങളും വ്യതിയാനങ്ങളും ഒക്കെ ഉണ്ടാകാം. ആ സമയം വരെ നമ്മൾ മിടുക്കനും എല്ലാത്തിനെയും കീഴടക്കുന്നവനാണെന്ന് സ്വയം പറയും. കണ്ടോ, എനിക്ക് വല്ലതും പറ്റിയോ? അങ്ങനെയാണോ? ഇങ്ങനെ ചിലപ്പോൾ 10, 15, 20 വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ഇതിൻ്റെ പ്രതിഫലനം ജീവിതത്തിൽ ഉണ്ടാകുന്നത്. പ്രിയപ്പെട്ട മനുഷ്യരെ, അത് മനസ്സിലാക്കണം. എവിടെയാണ് ഇതുപോലെ ദൈവത്തെ വിട്ട് മനുഷ്യൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ഓടിയിട്ട് നല്ല സന്തോഷപരമായ മക്കളും കുടുംബവുമായിട്ട് ജീവിതം മുന്നോട്ട് പോയിരിക്കുന്നത് എന്നൊന്ന് കാണാമോ? പുറമേ നല്ല സന്തോഷമായിട്ടൊക്കെ പറയുമെങ്കിലും അകമേ ഒരു 75-80% കുടുംബങ്ങളും വളരെ ദയനീയമായ അവസ്ഥയിലാണ് പോകുന്നത്. നല്ല നേരിട്ടറിയാവുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. അതിൽ വേണമെങ്കിൽ തർക്ക വിഷയമായിട്ട് പറയാവുന്ന ഒരു കാര്യം കൂടെയുണ്ട്. എന്നാൽ നേരിട്ട് ദൈവഹിതം മാനിച്ചുകൊണ്ട് കാരണവന്മാരും കുടുംബമൊക്കെ പറയുന്നതനുസരിച്ച് ദൈവത്തിൻ്റെ പദ്ധതിയാണോ എന്ന് കണ്ടെത്തി വിവാഹം കഴിച്ചിട്ട് എത്രയോ തകർച്ചകൾ സംഭവിക്കുന്നു ബ്രദർ എന്നൊരു മറുചോദ്യം ചോദിക്കാം. പക്ഷെ ഓർക്കുക, അവിടെ തകർച്ച സംഭവിക്കുന്നുണ്ടെങ്കിൽ 100% എഴുതി വെച്ചുകൊള്ളുക. ദൈവഹിതം തിരിച്ചറിഞ്ഞുകൊണ്ടൊരു വ്യക്തിയെ തിരഞ്ഞെടുക്കാനോ ജീവിതത്തിൽ അങ്ങനെ ഒരു തിരഞ്ഞെടുപ്പ് നടത്താനോ ഒരു മനുഷ്യനും തുനിയുന്നില്ല എന്നുള്ള 100% ഉറപ്പാണ്. അതുപോലത്തെ 100 അനുഭവങ്ങളാണ് ജീവിതത്തിൽ കിടക്കുന്നത്. ദൈവത്തിൻ്റെ ഇഷ്ടം തിരഞ്ഞെടുക്കണമെങ്കിൽ നമ്മൾ ദൈവികമായ പ്രവർത്തികൾക്ക് നമ്മുടെ മനസ്സും ശരീരവും ചിന്തകളും വിട്ടുകൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാൻ കഴിയുന്നവനായിരിക്കണം. ചുമ്മാ പ്രാർത്ഥിച്ചാൽ പോരാ, സഹനത്തോടെ, ക്ഷമയോടെ, എളിമയോടെ, വിട്ടുവീഴ്ചയോടെ പ്രാർത്ഥിക്കാനുള്ള കൃപ കൂടി നമുക്കുണ്ടാകണം ദൈവത്തിൽ ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കണമെങ്കിൽ.